ഹായ് ഗൈസ്. അപ്പോൾ ഞാൻ ഇന്ന് നമ്മൾ ബുട്ടേശ്വർ എന്ന സ്ഥലത്തേക്ക് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഈ കുശാൽ നഗറിനടുത്തുള്ള ഒരു ചെറിയൊരു പ്രദേശമാണ്, ഒരു ഗ്രാമമാണ്. അപ്പോൾ അവിടെ പ്രകൃതി ഭംഗി ആ, നിറഞ്ഞ ഒരു സ്ഥലം കൂടിയാണ്. അതിന് തൊട്ടടുത്തൊക്കെ നമുക്ക് ആദ്യം ഒരു ഒരു പാലൊക്കെ ഉണ്ട്, തൂക്കുപാലം. ഇതൊക്കെ കാണാൻ പറ്റും. നമുക്കൊന്ന് അവിടെയൊക്കെ പോയി വരാം. ഓക്കെ. ഇപ്പോൾ ആ പാലത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ ടൂറിസ്റ്റുകൾക്കുള്ള പ്രത്യേക എന്താ പറയുക ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇത് ഡീപ്പ് സ്പോട്ടാണ്. സോ ടൂറിസ്റ്റുകളൊന്നും അവിടെ ഇറങ്ങരുത് എന്നൊക്കെയുള്ള ഇതൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട്. നല്ലൊരു തൂക്കുപാലം കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു എനിക്ക് തോന്നുന്നു ഇതൊരു ഏത് നദിയെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഒരു വലിയൊരു നദിക്ക് കുറുകെ ആയിട്ടാണ് ഈ പാലം വരുന്നുള്ളത്. ഇത് കണ്ടോ, ഇവിടെ കുറെ ടൂറിസ്റ്റുകളൊക്കെ വരുന്ന ഏരിയയും കൂടിയാണ്. പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇതിന് കുറുകെ ആയിട്ടായിട്ട് വലിയൊരു പാലാണ് കൊടുത്തിട്ടുള്ളത്. ആം, ഉം, രണ്ട് തൂണ് മാത്രമേ കാണുന്നുള്ളൂ. ഇവിടെ ഒരു തൂണും അതുപോലെ അവിടെ ഒരു തൂണും. പക്ഷെ നല്ല ഭംഗിയായിട്ട് അത് എന്താ പറയുക ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ കണ്ടോ. ഇത് വലിയൊരു പുഴ, അതിന് കുറുകെയായിട്ടാണ് ഈ പാലം വരുന്നത്. ഇത് രണ്ട് സ്ഥലങ്ങളെ കണക്ട് ചെയ്യുന്ന ഈ ഒരു പ്രദേശത്തെയും പിന്നെ തൊട്ടപ്പുറത്ത് ആ പ്രദേശത്തെയും കണക്ട് ചെയ്യുന്ന ഒരു പാലം കൂടിയാണ്. അപ്പോൾ ഇതിൽ കൂടി കുറേ സഞ്ചാരികളും പിന്നെ അതുപോലെ ചില സമയങ്ങളിൽ ഇതിൽ കൂടി ബൈക്കൊക്കെ പോകുന്ന കാണും. അപ്പോൾ ഒരു റോഡ് മാർഗം കൂടിയാണ് ഇത് രണ്ട് സ്ഥലങ്ങൾ ബന്ധിപ്പിക്കുന്ന ഒരു സ്ഥലം കൂടിയിട്ടാണ് ഇത് കാണുന്നത്. എന്തായാലും ഇത് കണ്ടോ, കുറേ പാറക്കൂട്ടങ്ങളും അതുപോലെ എന്താ പറയുക കാണാൻ നല്ല ഭംഗിയുണ്ട്. ഈ സായാഹ്ന സമയങ്ങളൊക്കെ വൈകുന്നേരമൊക്കെ ഒന്ന് ഇവിടെ ഇരിക്കാനും അതുപോലെ ടൈം പാസിനൊക്കെ നല്ല പറ്റിയൊരു സ്ഥലം കൂടിയാണ്. എന്തായാലും ഇതിൻ്റെ സ്ട്രക്ചറാണ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടത്. പിന്നെ അതുപോലെ ഏകദേശം ചൂട് സമയമൊക്കെ ഉണ്ട്. വെള്ളമൊക്കെ വറ്റി ഏകദേശം, അല്ലെങ്കിൽ ഈ ഏരിയ വരെയൊക്കെ വെള്ളം ഉണ്ടാവേണ്ടതാണ്. അപ്പോൾ ഇതൊക്കെ കുറേ വെള്ളം വറ്റി നല്ല ഡീപ്പ് ഏരിയയിൽ മാത്രമേ ഇപ്പോൾ ഇതൊക്കെ ഉണ്ട്. പാലത്തിൽ കൂടി ബൈക്കൊക്കെ പോകുന്നത്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ രണ്ട് ഏരിയകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ സംഭവം. അപ്പോൾ കുറേ ആൾക്കാർക്ക് ഈവനിങ് സമയമുണ്ട്, കുറേ ആൾക്കാർക്ക് പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പോകുന്നൊക്കെ ഉണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ചുറ്റുവട്ടത്തായിട്ട് കുറേ ഒരു വീടും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ നിൽക്കണം, മാവൊക്കെ പൂത്ത് നിൽക്കുകയാണ്. ഇപ്പം മാങ്ങയുടെയൊക്കെ സമയമാണ്. മാങ്ങയൊക്കെ പൂത്ത് നിൽക്കുന്നുണ്ട്. ഇതുപോലെ ഇവിടെ എന്താ പറയുക ഇതിൽ നിന്ന് കുറേ ആൾക്കാരൊക്കെ എന്താ പറയുക ജലസേചനം, വീട്ടാവശ്യങ്ങൾക്കും കൃഷി ആവശ്യങ്ങൾക്കൊക്കെ വെള്ളമൊക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതുണ്ടോ, പാലത്തിൽ കൂടിയിട്ടിട്ട് വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട്. ഈ ഒരു സ്ഥലത്തു നിന്നും വേറെ സ്ഥലത്തേക്ക് വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട്. ഞാൻ നോക്കുമ്പോൾ ബാക്ക് ടു ബാക്ക് വണ്ടികളൊക്കെ വരുന്നുണ്ട്. കണ്ടോ, ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും എല്ലാവരും ഈ വഴി പോകുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സ്ഥലത്ത് നിന്ന് നെക്സ്റ്റ് ഒരു വില്ലേജിലോട്ട് കണക്റ്റഡ് ആണ് ഈ സംഭവങ്ങളൊക്കെ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കണ്ടോ, ഇത് രണ്ട് സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നുണ്ട്. വാഹനങ്ങളൊക്കെ, അഥവാ വാഹനങ്ങൾ വെച്ചാൽ എല്ലാ വാഹനങ്ങളും അല്ല, ബൈക്ക് മാത്രം. അത് എത്രയും സ്ഥലമുള്ളൂ, അതുകൊണ്ട് ബൈക്കും കാര്യങ്ങളൊക്കെയാണ് അതിൽ കൂടി പോകുന്നത്. എന്തായാലും പുഴേൻ്റെ കുറച്ചൊരു ഭാഗത്തേക്ക് നമുക്ക് പോയി നോക്കാം. പക്ഷേ ടൂറിസ്റ്റുകൾക്ക് പ്രത്യേക വാണിംഗ് ഒക്കെ പറഞ്ഞിട്ടുള്ളതാണ് ഇതിൽ ഇറങ്ങരുതെന്നൊക്കെ. ശരി തന്നെയാണ്. ഇതുണ്ടോ, നല്ല ഡീപ്പായിട്ടുള്ള ഏരിയയും കൂടിയാണ്, അതുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത് ഇതിൽ ഇറങ്ങരുത് എന്നൊക്കെ. എന്തായാലും കാണാൻ നല്ല അടിപൊളിയാണ്. പക്ഷെ അടിപൊളി എന്ന് വെച്ചാൽ എന്ന് വെച്ചിട്ട് ഇത് താഴോട്ട് ഇറങ്ങിയാൽ നല്ല പണിയും കിട്ടും. സോ ഈ വാട്ടർ അതുപോലെ ഇത് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്താ പറയുക എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ ഇതിന് വേണ്ടി പോകുമ്പോൾ നമ്മൾ സേഫ്റ്റിയാണ് ഫസ്റ്റ്, നമ്മളെ ലൈഫാണ് ഇമ്പോർട്ടൻറ്റ്. സോ അതും കൂടി നമ്മൾ ശ്രദ്ധിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. ഓക്കെ. അപ്പോൾ ചുറ്റുവട്ടമായിട്ട് നല്ല കാടുകളും അതുപോലെ മരങ്ങളൊക്കെ ഉണ്ട്. നല്ല വലിയ വലിയ കാടുകളും മരങ്ങളൊക്കെ കാണാം. നമുക്ക് എന്തായാലും പാലത്തിലേക്ക് കയറി നോക്കാം. പാലത്തിൻ്റെ നിന്നുള്ള വ്യൂവും അതുപോലെ ചുറ്റുവട്ടത്തുള്ള വ്യൂ ഒക്കെ നോക്കാം. ഒരു കാര്യം കൂടി ചെയ്യാം, അപ്പുറത്തെ വില്ലേജിൽ കൂടി ഒന്ന് കണക്ട് ചെയ്യുന്നുണ്ടല്ലോ,
ഇതിൽ കൂടി നമുക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ എന്തായിരിക്കും ആ സൈഡിൽ എന്താണ് ഉള്ളത്, അല്ലെങ്കിൽ എന്താണ് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്നും കൂടി നോക്കാം. എന്നാലും നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ശരിക്കും കോൺക്രീറ്റ് സംഭവങ്ങളൊക്കെ ചെയ്താണെന്ന് തോന്നുന്നു. ഇതുണ്ടോ, ഒരു ചേട്ടൻ വണ്ടിയൊക്കെ ആയിട്ടാണ് പോകുന്നത് എൻ്റെ തൊട്ടടുത്തേ കൂടി. ഇപ്പോൾ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ. എന്തായാലും രണ്ട് ഭാഗത്തും നല്ല വെള്ളവും കുറേ പാറക്കൂട്ടങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇതുണ്ടോ, ഈ സൈഡും അതുപോലെ കുറേ നടുവിലായിട്ട് കുറേ പാറക്കൂട്ടങ്ങൾ, കുറേ ടൂറിസ്റ്റുകൾക്ക് വരുന്നുണ്ട്. ഒരു ടൂറിസ്റ്റ് സ്പോട്ടും കൂടിയാണ് ഇത്. നമ്മുടെ ഇവിടുന്ന് കുറേ ആൾക്കാരൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഒക്കെ ആയിട്ട്. എന്തായാലും പാലത്തിൻ്റെ നടുവിൽ ഞാൻ എത്തി. അപ്പോൾ രണ്ട് സൈഡും നല്ല രസമാണ്. ഇപ്പോൾ കണ്ടോ, ഈ ഒരു തൂക്കുപാലത്തിൻ്റെ കറക്റ്റ് വ്യൂ ഇപ്പോൾ കാണാൻ പറ്റും. അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട്. എന്തായാലും എന്താ പറയുക, പുതിയൊരു കാഴ്ചയിലേക്ക് എത്തിയതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും അതും കൂടി എനിക്കുണ്ട്. ശരിയാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പാലം കഴിഞ്ഞിട്ട് വേറൊരു സ്ഥലത്തേക്ക് കണക്ട് ചെയ്യുന്ന ഏരിയ കണ്ടോ. ഇവിടെ മൊത്തം എന്താ പറയുക, മൊത്തം കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ അതിൻ്റെ വർക്കൊക്കെ നടക്കുകയാണ്. ഇവിടെ എന്തോ JCB ഉപയോഗിച്ചിട്ട് മണ്ണൊക്കെ കളച്ചെടുക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ കുറേ കാര്യങ്ങൾക്ക് മണ്ണൊക്കെ നീക്കം വലിച്ചിട്ടുണ്ട്. അതുപോലെ കുറേ കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ സ്ഥലം അവർ ഉപയോഗിക്കുന്നുണ്ട്. ഇതുണ്ടോ, ഇപ്പോൾ നല്ലൊരു സൺസെറ്റും അതൊക്കെ വ്യൂ ആകുമ്പോൾ നല്ല രസമാണ് ഇപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ. അടിപൊളി കണ്ടാ, സൂര്യൻ ഇങ്ങനെ കത്തി നിൽക്കുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ തൂക്കുപാലത്തിൻ്റെ വ്യൂ കൂടി ആകുമ്പോൾ അടിപൊളിയായി. എന്നാലും ഈ സൈഡിലൊക്കെ നമുക്ക് പോയി നോക്കാം. അടിപൊളി. ഞാൻ ആ പാലം കൂടി പാലം ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് താഴോട്ട് വന്നിട്ടാകുമ്പോൾ ഇവിടുത്തെ കാഴ്ചകളുണ്ട്. ഫുള്ള് എന്താ പറയുക, കൃഷിയാണ് ഇവിടെ. ഇവിടെ കുറേ ആൾക്കാർ എന്താ പറയുക, ഇവിടെ പണിയെടുക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ തോട്ടത്തിൻ്റെ ഇടയിൽ കൂടി നമുക്കൊന്ന് നടന്നു നോക്കാം. അപ്പോൾ എന്താണ് അവിടെ കൃഷി, എന്തെങ്കിലും സ്പെഷ്യൽ കൃഷീസ് ഉണ്ടോ, എന്താ ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ഇവിടെ നോക്കുമ്പോൾ ചെറിയ ചെറിയ എന്താ പറയുക, ചോളം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഇടയിലുള്ളത്. അതുപോലെ പേരക്കമരമുണ്ട്, അടക്ക, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിൽ കാണാൻ പറ്റും. ഇത് കണ്ടോ, പിന്നെ നല്ലൊരു പ്രകൃതി ഭംഗി കൊണ്ട് അനുഗ്രഹീതമായ ഒരു സ്ഥലം എന്ന് തന്നെ പറയാം. അവിടെ JCB ഉപയോഗിച്ചിട്ട് മണ്ണൊക്കെ നീക്കുന്നുണ്ട്. എന്തായാലും സ്ഥലത്തിൽ കൂടി ഒന്ന് പോയി നോക്കാം. അവിടെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കാണാതിരിക്കില്ലല്ലോ അല്ലേ, ഒന്ന് പോയി നോക്കാം. ഓക്കെ, എന്തായാലും ഇങ്ങോട്ട് എത്തിയിട്ടാകുമ്പോൾ ഇവിടെ കുറേ പശുക്കളൊക്കെ എന്താ പറയുക, പുല്ലും കാര്യങ്ങളൊക്കെ തിന്നുകൊണ്ട് നിൽക്കുക. അവർക്ക് അവരെ വിശപ്പടക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ പിന്നെ ഇവിടെ ചേട്ടന്മാരൊക്കെ എന്തൊക്കെയോ കൃഷിയിലാണ് ഉള്ളത്. ഇത് കണ്ടോ, അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഞാൻ നേരത്തെ കാണിച്ച പുഴ, ആ പുഴ നല്ല ശാന്തമായി ഒഴുകുന്നുണ്ട്. അപ്പം ഇങ്ങനെ എല്ലാം കൊണ്ടും നല്ല അടിപൊളി സംഭവമാണ്. ഇവിടെ എന്തോ കൃഷിയുണ്ട്, കാര്യമായ കൃഷിയുണ്ട്. എന്തായാലും നോക്കാം. അറിയാത്താണെങ്കിൽ നമുക്ക് ആ ചേട്ടന്മാരോട് ചോദിക്കാം. ഇത് കണ്ടിട്ട് എനിക്ക് പയറാണോ എന്നൊരു സംശയം. കണ്ടോ, പയറ് ചെടി പോലെ ഇരിക്കുന്നു. മൊത്തത്തിൽ പയറാണോന്ന് ഒരു സംശയമുണ്ട്. പയറ് ചെടി പോലെ ഇരിക്കുന്നു. എന്തായാലും എല്ലാ ചേട്ടന്മാരോട് ചോദിക്കാം. അവിടെ ചേച്ചിയും ചേട്ടനൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം എന്തായാലും ആ ചേട്ടന്മാരോട് നമുക്കൊന്നും മെല്ലെ ചോദിക്കാം അല്ലേ. നമുക്ക് ചോദിച്ച് പോകാൻ പറഞ്ഞ മോഹൻലാൽ പറഞ്ഞ പോലെ നമുക്ക് ചോദിച്ചിട്ട് പോവാം അല്ലേ. സംശയമുള്ളതൊക്കെ നമുക്ക് ചോദിച്ച് ഇത് ഇതാക്കും ചെയ്യാം. ഓക്കെ, ഓൾമോസ്റ്റ് കണ്ടിട്ട് പയറ് പോലെ തന്നെ ഇരിക്കുന്നുണ്ട്. അതാണ് എനിക്ക് സംശയം. ഇത് ಏನು ಇದು? അതിന് ഇലയാ? അതിൻ്റെ ഇലയാ? ഇത് പയറതാ? പയറല്ല. ഞാൻ പറഞ്ഞത് ശരിയാണ്, ഇത് കറക്റ്റ് പയറ് ചെടിയാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ ഇത് ജസ്റ്റ് ഒന്ന് കണ്ടിട്ടാണെങ്കിലും
പയർ തന്നെയാണ് ഇത് വരുന്നത്. അപ്പോൾ ഞാൻ ചേട്ടനോട് ചോദിച്ചു. ചേട്ടൻ പറഞ്ഞു അത് പയറാണ്. അവർ മറ്റേ പശുക്കൾക്ക് വേണ്ടി പുല്ലും കാര്യങ്ങളൊക്കെ വെട്ടിക്കൊണ്ടിരിക്കുക അവിടെ. അപ്പോൾ എൻ്റെ ഊഹം ശരിയായിരുന്നു. അത് പയർ ചെടി തന്നെയാണ്. അപ്പോൾ എന്തായാലും നല്ല രസമാണ്. കണ്ടോ ഈ ഏരിയയൊക്കെ കണ്ടോ നല്ല അടിപൊളിയായിട്ട്. പശുക്കളൊക്കെ നന്നായിട്ട് പുല്ലൊക്കെ തിന്ന് സെറ്റാവുന്നുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു ഫസ്റ്റ് കന്നഡയിൽ ചോദിച്ചു എന്താണ് അപ്പം പറഞ്ഞു അയാൾ സാമ്പാറിലിടുന്ന സാധനം എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പം ഞാൻ വിചാരിച്ചു അപ്പോൾ ഞാൻ ചോദിച്ചു പയറാണോ പറഞ്ഞാൽ പയറാണ്. ഇവിടെ കണ്ടോ കുറേ ചോളം ആ കാര്യങ്ങളൊക്കെ ഇതാക്കിയിട്ടുണ്ട്. ചോളം നട്ടിട്ടൊക്കെ ഉണ്ട്. ചെറിയ ചെടിയായതുള്ളൂ. ഇനിയിപ്പോൾ കുറച്ചും കൂടെ ആകുമ്പോൾ വലുതായി എന്താ പറയുക വിളവെടുക്കാനാവും. ഏകദേശം ഒരു 2 മാസം 3 മാസം കൂടുമ്പോൾ ഇത് ഏകദേശം ഒന്ന് റെഡിയാവും. ഇവിടെ കുറേ നല്ല ഏക്കർ കണക്കിന് സ്ഥലമാണ് ഇവർക്കുള്ളത്. കണ്ടോ ഇത് ഈ ഏരിയ കണ്ടോ ഏക്കർ കണക്കിന് സ്ഥലമുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഓരോ സീസണിലായിട്ട് കൃഷി വരും. അപ്പം ഓരോ സീസണിൽ ഇവർ കൃഷി ഓരോന്ന് പുതിയ പുതിയ കൃഷി ഇറക്കും. അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഒരു സമയത്ത് ചോളാണെങ്കിൽ ഒരു സമയത്ത് ഇഞ്ചി അങ്ങനെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരും. ഇവിടെ അമ്മച്ചി തൻ്റെ പശുവിനെ നോക്കിയിരിക്കുകയാണ്. അമ്മച്ചി മേനൊക്കെ വിട്ടിട്ടുള്ളതെന്ന് തോന്നുന്നു. ഇതുണ്ടോ ഈ സൈഡൊക്കെ ആയിട്ട് ഫുള്ള് എന്താ പറയുക ഇതാക്കി വെച്ചിട്ടൊക്കെ ഉണ്ട്. ചോളം അതുപോലെ ആ ഭാഗത്ത് കിടക്കാൻ വേണ്ടിയിട്ട് കമ്പി വിലക്ക് ഇട്ട് സെറ്റാക്കി വെച്ച്. ഇതുണ്ടോ ഈ നമുക്ക് ഈ ഫുൾ ടൈം ഇത്രയും ഏക്കർ കണക്കിന് സ്ഥലം വരുമ്പോൾ നമുക്ക് നനക്കാനൊന്നും പറ്റില്ല. അപ്പോൾ സ്പ്രിങ്ങർ ഈ വെള്ളം കൃഷിക്ക് ഇതാക്കാനുള്ള സ്പ്രിങ്ങർ വെച്ചിട്ടാണ് അവർ ഈ പാടൊക്കെ നനക്കുന്നുള്ളത്. അപ്പോൾ കുറേ കവുങ്ങ് അതുപോലെ എല്ലാം ഇവിടെ കൃഷിയായിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അവർ. ഇവിടെ കണ്ടോ ഇവിടെ ചോളം ചെടി ഏകദേശം ഒന്ന് വലുതായി അത് പൂവൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട്. ഇതുണ്ട് പൂവൊക്കെ റെഡിയായി വരുന്നുണ്ട് ചോളം. അതിൻ്റെ മേളിൽ കണ്ടു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു നെൽക്കതിരി സംഭവം പോലെ വന്നു. ഇനി താഴെ ആ ഭാഗത്ത് കാണാൻ പറ്റുന്നുണ്ട് ചെറുതായിട്ട് ചോളം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒത്തിരി ഏക്കർ കണക്കിനാണ് ചോളം കൃഷി ഇവിടെ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇതൊക്കെ ചിലപ്പോൾ നമ്മുടെ നാട്ടിലോട്ടൊക്കെ എക്സ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടെ ഉണ്ട് ഒരു കുഞ്ഞു പശു നല്ല അടിപൊളി ക്യൂട്ടായിട്ടൊരു പശുക്കുട്ടിയുണ്ട്. പുല്ലൊക്കെ തിന്ന് അയവ കാണാൻ ഒരു മങ്കുട്ടി പോലെ ഉണ്ട്. പക്ഷെ ചെറുതായിട്ട് അതിൻ്റെ ഒരു ലുക്കാണ് കണ്ടോ. ഒരു അതിൻ്റെ തള്ളപ്പശുവും തോന്നുന്നു അവിടെ ഉള്ളത്. ഇതൊരു കുഞ്ഞി പശുവും തള്ളപ്പശുവും. അതേപോലെ അതിനെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു അമ്മച്ചിയും ഇതേ അടക്കിയിരിക്കുന്നു. എന്തായാലും കാണാൻ നല്ല ഒരു കണ്ണിന് കുളിർമയേകുന്ന കുറേ കാര്യങ്ങൾ. ഇതൊക്കെ ഒരു നൊസ്റ്റാൾജിയാണ്. നമ്മൾ പണ്ട് നമ്മളെ നാടുകൾ എന്താ പറയുക നാട്ടിലൊക്കെ പണ്ട് ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ് കൃഷിയും കാര്യങ്ങളും. ഇപ്പം നമ്മുടെ നാടുകളിലും കൃഷിയൊക്കെ പോയി എന്താ പറയുക എല്ലാം വീടുകളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയില്ലേ. അപ്പോൾ ഇതുപോലെ നമ്മൾ അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടി വരും നമ്മൾ എന്താ പറയുക ഭക്ഷണത്തിനും കാര്യങ്ങൾക്ക് വേണ്ടി. അപ്പോൾ കൃഷിയൊക്കെ ഇവിടുന്ന് ഇവർ ചെയ്ത് നമ്മുടെ നാട്ടിലൊക്കെ എക്സ്പോർട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്യും. ഇവിടെ JCB ഉപയോഗിച്ചിട്ട് വർക്ക് നടക്കുന്നുണ്ട്. ഇവിടെ ഞാൻ ശ്രദ്ധിച്ച വേറൊരു കാര്യമാണ് ഒരേ സ്ഥലത്ത് ഡിഫറെൻ്റ് ആയിട്ടുള്ള മണ്ണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇത് കണ്ടോ ഒരു സൈഡ് ഒരു മഞ്ഞ കളറ്, ഒരു സൈഡ് കറുപ്പ്, ഒരു ബ്രൗണ്, റെഡ് നല്ല റെഡായിട്ട് നല്ല കറുത്ത മണ്ണ്. ഇതൊക്കെ ഉണ്ടോ ഒരേ സ്ഥലത്ത് നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള മണ്ണാണ് കുഴിച്ച് എടുക്കുന്നുള്ളത്. അപ്പോൾ ഇത്രയും ഫലപുഷ്ടമായിട്ടുള്ള മണ്ണാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ടായിരിക്കും കൃഷിക്ക് ഇത്രയും നല്ല സക്സസ് ആയിട്ട് പോകുന്നുള്ളത്. അപ്പോൾ എന്തായാലും കൃഷിക്കൊക്കെ അനുയോജ്യമായ മണ്ണും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു നാടൻ പ്രദേശം. ഓഹ് അടിപൊളി ഇത്രേ പറയുള്ളൂ. ആ ദൂരത്ത് നിന്ന് നമുക്ക് ആ പാലവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടാവും. എന്തായാലും നല്ലൊരു എപ്പിസോഡ് ആണെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ അതുപോലെ നമുക്ക് ഈ ആദ്യമായിട്ട് ഈ കൃഷിയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ കുറേ കാര്യങ്ങൾ പറയുമ്പോൾ കുറേ മിസ്റ്റേക്സ് ഒക്കെ വരും. സോ എന്തെങ്കിലും മിസ്റ്റേക്സോ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഈ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് തിരുത്താനുള്ള കമൻസും കാര്യങ്ങളൊക്കെ എഴുതാം. ഓക്കെ, അപ്പോൾ എന്തായാലും സപ്പോർട്ട് ചെയ്യുക നമ്മളെ വീഡിയോക്ക് വേണ്ടിയിട്ട് എല്ലാവരും.
അമ്മയോട് ചോദിച്ചു ഇതെന്താ ചെയ്യുന്നത്. അപ്പൊ അമ്മ പറഞ്ഞു വെച്ചാല് ഇവിടെ പാലം റോഡും പാലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതെല്ലാം ഈ അമ്മന്റെ സ്ഥലമാണ്. ഈ അമ്മന്റെ സ്ഥലമായി ഒരു 50 വർഷം മുമ്പ് അമ്മ ഇവിടെ 50 വർഷം മുമ്പ് അമ്മ ഇവിടെ കുടിവന്നതാണ്. അതിനുശേഷം ഈ സ്ഥലങ്ങളൊക്കെ മൊത്തം അമ്മന്റെ പേര് തന്നെയാണ്. അപ്പൊ ഇതിപ്പോ പുതിയതായിട്ട് അവര് എന്താ പറയാ പുതിയ റോഡും പാലങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിന്റെ വർക്കാണ് നടക്കുന്നത്. ഈ അമ്മ എന്നോട് നന്നായിട്ട് സംസാരിച്ചു. അമ്മന്റെ സ്ഥലങ്ങളാണ് ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ നല്ലൊരു അമ്മയായിരുന്നു. കുറെ സമയത്ത് എന്നോട് വർത്താനം പറഞ്ഞു. അപ്പോൾ എനിക്ക് സംശയം ഉണ്ടായിരുന്നു എന്താ ഈ നടുക്ക് ഇവര് പാടത്തിന്റെ നടുക്ക് എന്താ ഇങ്ങനെ ഒരു വർക്ക്. നോക്കുമ്പോൾ അമ്മ പറഞ്ഞു ഇത് പിന്നെ മാംഗ്ലൂർ കണക്ട് ആക്കുന്ന ഒരു റോഡൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഈ പാലം ത്രൂ ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ അതിന്റെ പണി നടക്കുകയാണ് കുറെ വർഷകാലങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ എന്തായാലും എന്താ പറയുക നാട് പുരോഗമിക്കുന്നു. അതിനു വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അതാണ് അമ്മ പറഞ്ഞത്. സന്തോഷമില്ല. അവര് കുറെ വർഷമായിട്ട് ഇവിടെ ഉള്ളതാണെന്ന്. ഒരു 50 വർഷത്തിന് മേളിൽ അമ്മന്റെ സ്ഥലങ്ങളൊക്കെ അമ്മ വേറെ സ്ഥലത്തൊക്കെ ആയിരുന്നു. ഇപ്പൊ ഇവര് ഇതിലൊക്കെ വന്നിട്ട് ഇവിടെ 50 വർഷത്തിന്റെ അടുത്തായി ഇവിടെ തന്നെ ഈ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നല്ല കാണാൻ നല്ല സുന്ദരിയായ ഒരു ജേഴ്സി പശു അല്ലേ. അമ്മ അവര് വരും വൈകുന്നേരമൊക്കെ ഇതിനെ തീറ്റിപ്പോറ്റും. അപ്പോൾ ഇവർ തന്നെയാണ് സ്ഥലം, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ അമ്മ അതിനൊക്കെ അയച്ചിട്ട് പശുക്കളൊക്കെ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ അവരിതൊക്കെ അയച്ചിട്ട് അവർ വീട്ടിൽ കൊണ്ടുപോകാൻ. വീട് ഏകദേശം നമ്മൾ കാണുന്ന തെങ്ങിൻ തോട്ടല്ലേ അതിൻ്റെ പിറകെ അങ്ങോട്ടൊക്കെയാണെന്ന് അമ്മ പറഞ്ഞു. അങ്ങനെ കുറേയൊക്കെ സംസാരിച്ചു അമ്മ. എന്തായാലും എന്താ പറയുക പുതിയ പുതിയ ആൾക്കാരെയും പുതിയ പുതിയ നാടുകളൊക്കെ പരിചയപ്പെടാൻ എന്നുള്ളത് വലിയ കാര്യമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ಎಲ್ಲರೂ ಮಾತಾಡ್ತಾರಲ್ಲ. ಇಲ್ಲಿ ಕೃಷಿ ಎಲ್ಲ ಆಯ್ತಲ್ಲ, ನೆಲ್ಲೆಲ್ಲ ಆಯ್ತಲ್ಲ. അപ്പൊ ഇവിടെ നെല്ലൊക്കെ കൊയ്ത്ത് കഴിഞ്ഞ് നിൽക്കാണ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ പശുക്കളൊക്കെ മേയാൻ വിട്ടെന്നാണ് അമ്മ പറയുന്നത്. കണ്ട ഇവര് പശുക്കളൊക്കെ അയച്ചിട്ട് ഇനിയിപ്പോ അവിടെ വീട്ടിൽ കൊണ്ടേ കിട്ടാനല്ലേ. അമ്മ അങ്ങോട്ട് വിളിക്കുമ്പോ പശു അങ്ങോട്ട് ഓടുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും പശുക്കൾ ഓടിക്കളിക്കാണല്ലേ. സോ പുതിയ പുതിയ ആൾക്കാരെയും പുതിയ പുതിയ നാട്ടുകാരെയും പരിചയപ്പെടാം എന്നുള്ളതാണ് ഇങ്ങനെ കുറെ വില്ലേജുകളെ കൊണ്ട് നമ്മൾ എന്താ പറയുക വില്ലേജുകളൊക്കെ ഇങ്ങനെ വീടെടുക്കുന്ന കൊണ്ടുള്ള ഉപകാരം. എന്തായാലും നല്ലൊരു നാടും പ്രദേശത്ത് കൂടി നമുക്ക് കാഴ്ചകളൊക്കെ കണ്ട് നടക്കാൻ പറ്റി. അപ്പോൾ ഇനിയും ഇതുപോലെ പുതിയ പുതിയ വീഡിയോകളൊക്കെ ആയിട്ട് നമുക്ക് വരാം അല്ലേ. ഇപ്പം എന്തായാലും നാടും നാട്ടുകാരും എന്തായാലും സൂര്യാസ്തമയം ആയി. അതുപോലെ ഒരു എന്താ പറയുക നല്ലൊരു കാഴ്ചയും ഒരു സൂര്യാസ്തമയത്തിനോടൊപ്പം നല്ലൊരു തൂക്കുപാലത്തിൻ്റെ ഒരു കാഴ്ചയും കൂടിയായി. എന്തായാലും നല്ല നാടും നല്ല നാട്ടുകാരും. കർണാടകൻ്റെ ഒരു ഉൾപ്രദേശത്തുള്ള ഒരു സൗന്ദര്യം അതാണ് ഈ വീഡിയോ കൂടി നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പം അതെന്തായാലും ഈ ആദ്യ വീഡിയോയിൽ കൂടി തന്നെ അത് എനിക്ക് ചെയ്യാൻ പറ്റി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും തിരിച്ച് നമുക്ക് പുതിയ യാത്രയെ തേടി നമുക്ക് പോവാം. എന്തായാലും നല്ലൊരു നാടും നല്ലൊരു നാട്ടുകാരെ ഇനിയും വീണ്ടും കാണും. അതുവരേക്കും എല്ലാവർക്കും ഒരു നല്ലൊരു സാഹ്യാനം കൂടി നേരുന്നു.
അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് കുറേ കണക്റ്റ് ആയിട്ടുള്ള കുറേ റോഡുകൾ ഇവിടെ, അതുപോലെ വൈകുന്നേരത്തെ സമയം അതൊരു അടിപൊളിയാണ്. നോക്കി എന്താ പറയുക, സൂര്യാസ്തമയവും അങ്ങനെ അതുപോലെ പശുക്കള് പുൽമേടുകളിലൊക്കെ പുല്ലൊക്കെ തിന്ന് എന്താ പറയുക, കാണാൻ നല്ലൊരു വൈബ് അല്ലേ, ഒരു ഈവനിങ് സൺസെറ്റ്. ഉഫ്, കിടു എന്ന് പറയണ്ടേ തന്നെ. അതുപോലെ ഇവിടെ ഈ ഏരിയയൊക്കെ വെച്ചാൽ ഇഷ്ടംപോലെ സ്ഥലങ്ങളൊക്കെ, ഏക്കർ കണക്കിന് സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കിടക്കുകയാണ്. ഇതിൽ ചക്കയും എന്താ പറയുക, പുളിയും ഇതുണ്ട്, പുളിയും പേരയ്ക്കയും അതുപോലെ മാവും എല്ലാം കൂടി ഇവിടെ ഇങ്ങനെ എന്താ പറയുക, എല്ലാ ഫ്രൂട്ട്സും ഇവിടെ കാണാം. അങ്ങനെ നല്ലൊരു എന്താ പറയുക, നല്ലൊരു സ്ഥലം, ഒരു നല്ലൊരു നാടൻ പ്രദേശം. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ കാണാനൊക്കെ? ഏത് ലെവൽ! ഈ സൺസെറ്റാണ് എനിക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ എന്നെ അട്രാക്ട് ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും സൺസെറ്റ് തന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കുറേ തരം മാങ്ങകൾ, ഇതിപ്പോൾ നമ്മുടെ നാട്ടിൽ ഗോമാങ്ങക്ക് പറയും തോന്നുന്നു, അതുപോലെ ഇവിടെ കണ്ടോ ഈ ഏരിയയിലും വേറെ ടൈപ്പ് മാവ്, ഇങ്ങനെ കുറേ തരം മാങ്ങയും പിന്നെ കുറേ ഇത് കണ്ടോ, ഇത് കുറേ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇതൊക്കെ ഇതിന് ആൾക്കാരൊക്കെ ഉണ്ടാവും, കാരണം ഇഷ്ടംപോലെ മാവിൻ്റെ മാവ് അതുപോലെ കണ്ടോ. ഇതിൽ വേറെ ടൈപ്പ് മാങ്ങ, അതുപോലെ ഇതിൽ കുറച്ച് ചെറിയ ടൈപ്പ് മാങ്ങ, ഇങ്ങനെ കുറേ എന്താ പറയുക, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാങ്ങകൾ ഒക്കെ ആയിട്ടായിട്ട് കുറേ സ്ഥലം ഇങ്ങനെ എന്താ പറയുക, കുറേ സ്ഥലം ഇങ്ങനെ ബ്ലാങ്ക് ആയി കിടക്കുന്നുണ്ട്. കുറേ സ്ഥലത്ത് കൃഷി അങ്ങനെയൊക്കെ ആയിട്ടായിട്ട് എന്താ പറയുക, ഒരു വിജനമായൊരു സ്ഥലം എന്നെല്ലാം പറയില്ലേ. കുറേ ഇതൊക്കെ മുമ്പത്തെ മാവാണോ ഒക്കെയൊക്കെ കുറേ മരങ്ങളൊക്കെ പൊളിഞ്ഞ് വീണിട്ടുണ്ട്. ഇവിടെ തന്നെ നോക്കി ഇവിടെ ഒരു ചെറിയ നല്ല ഒരു ഉരുണ്ട ടൈപ്പായിട്ടുള്ള ഒരു മാങ്ങ,
ഇവിടെ ഒരു കുറച്ച് ഷേപ്പൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് വേറെ ടൈപ്പ് മാവ്, ഇങ്ങനെ കുറേ തരം മാവ് ഇങ്ങനെയൊക്കെ ആയിട്ടായിട്ട് എന്താ പറയുക, കുറേ മാങ്ങകൾ. എനിക്കൊന്നും ഇത് ഈ മാങ്ങ കൃഷി ചെയ്യുന്നില്ലേ, ഇഷ്ടംപോലെ സ്ഥലം, ഈ ഏക്കർ കണക്കിന് സ്ഥലം ഈ ഒരു സൈഡ് കാണും ഇതൊക്കെ ആയിട്ടായിട്ട്. എന്തായാലും നല്ല രസമുണ്ട്. അതുപോലെ ഒരു മരമൊക്കെ ഉണങ്ങി ഇങ്ങോട്ട് നിൽക്കുന്നുണ്ട്. ഞാനും മുമ്പ് കുറേ കായ്ച്ചതും പൂത്തതൊക്കെയാണ്. നല്ല രീതിയിൽ ഒരു സ്മാരകമായിട്ട് ഒരു മാവ് അവിടെ നിൽക്കുന്നുണ്ട് ഉണങ്ങിയിട്ടൊക്കെ. അപ്പം എന്തായാലും എന്താ പറയുക, ഒരു നല്ലൊരു ഒരു പ്രദേശത്ത് തന്നെ വീണ്ടും ഞാൻ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഞാൻ കുറേയൊക്കെ നടക്കും, അതിൻ്റെ കൂടെ വണ്ടി എടുത്തിട്ട് കുറേ സ്ഥലത്ത് മൂവ് ചെയ്യും. ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളത്. അപ്പോൾ ഇതുപോലെ കുറേ സ്ഥലങ്ങൾ ഇനിയും കാണാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. ഇവിടെ ഇടക്കൃഷിയൊക്കെ നടത്തിയിട്ട് കുറേ ഇതായിട്ടൊക്കെ ഉണ്ട്. ഞാൻ നേരത്തെ ഒരു തൂക്കുപാലത്തിൻ്റെ അടുത്ത് പോയിട്ടുമ്പോൾ ഇതവർ കുറേ സ്ഥലത്ത് ഇത് കൃഷി ചെയ്യുന്ന കണ്ടായിരുന്നു. ശരിക്കും ഈ പയറില്ലേ, നമ്മൾ പയറിൻ്റെ ചെടി എന്ന അവർ പറഞ്ഞു. അപ്പോൾ ഇതിവിടെയൊക്കെ ഒരു ഇതാക്കിയിട്ടായിട്ട് ഇതൊക്കെ പോയി കിടക്കാണ് കുറേ സ്ഥലത്ത്. കണ്ടോ, ചില സ്ഥലങ്ങൾ മാത്രമേ ആ സ്ഥലങ്ങളൊക്കെ ഉള്ളൂ, ചില സ്ഥലത്തൊക്കെ ഒന്നുമില്ല, പിന്നെ ബ്ലാങ്കായി കിടക്കുന്നുണ്ട്. വണ്ടി എടുക്കാൻ നോക്കുമ്പോൾ എൻ്റെ മിററിൽ കൂടി നല്ലൊരു വ്യൂ, ആ സൺസെറ്റിൻ്റെ വ്യൂ എനിക്ക് ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിന്ന് മാറുന്നില്ല. കണ്ടോ, ഓ എന്തൊരു ഭംഗിയാ. സൂര്യൻ അസ്തമിക്കാൻ നിൽക്കുന്നു, അതിന് ചുറ്റും കാർമേഘങ്ങളൊക്കെ ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുക, അതിന് പൊതിഞ്ഞു നിൽക്കുന്നു. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് നല്ലൊരു മരവും, വല്ലാത്തൊരു, ഞാൻ കണ്ടതിൽ വെച്ച് നല്ലൊരു സൺസെറ്റ് ആണെന്ന് തന്നെ എനിക്ക് പറയാം. എനിക്ക് അത്രയും ഇംപ്രസ്സായി ഈ സൺസെറ്റും കാര്യങ്ങളൊക്കെ. സോ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സൺസെറ്റ്, റൈറ്റ്? പൊളിച്ചു എന്നെല്ലാം പറയണ്ടേ, പൊളിച്ചു മച്ചാനെ, അല്ലേ? അങ്ങനെയുണ്ട്, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഈ കൃഷി നനക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എന്താ പറയാ, സ്പ്രിങ്ങർ ഇല്ലേ, അത് വെച്ച് സ്പ്രിങ്ങർ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. കണ്ടോ, നല്ല തെങ്ങിൻ തോട്ടവും അതുപോലെ വാഴ, കവുങ്ങ്, ഇങ്ങനെ എല്ലാവിധ ഇടക്കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യും. അതൊക്കെ നനക്കാൻ വേണ്ടി ഇവർ യൂസ് ചെയ്യുന്നതാണ് ഈ സ്പ്രിങ്ങർ. സ്പ്രിങ്ങറിൽ കൂടി ഇങ്ങനെ നല്ല എന്താ പറയുക, മഴ പെയ്യുന്ന പോലെ ഒരു ഫീൽ. കേട്ടോ, നല്ല രീതിയിൽ എല്ലായിടത്തും വെള്ളം എത്തുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ആയിട്ടാണ് ഈ ഇവർ കൃഷിയൊക്കെ നനക്കുന്നുണ്ട്. തൊട്ടപ്പുറം വലിയ രീതിയിലൊക്കെ സ്പ്രിങ്ങർ കാണാം. കേട്ടോ, അവിടെയൊക്കെ ആയിട്ട് നല്ല എല്ലായിടത്തും വെള്ളം ചുറ്റും വലിയ സൈസ് സ്പ്രിങ്ങർ. അടിപൊളി. അങ്ങനെ ഓരോ സ്ഥലത്തും എന്താ പറയുക, ഓരോ കൃഷിയും ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ എന്താ പറയുക, നാടും പ്രദേശങ്ങൾ എന്താ പറയുക, ജാലികളാൽ സമൃദ്ധം എന്ന് പറയുന്നില്ലേ, അതുപോലെ. അങ്ങ് ദൂരെ ഏതോ ഒരു മലയൊക്കെ കാണുന്നുണ്ട്. പിന്നെ മലേൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും ഫസ്റ്റ് ടൈമാണ് ഇവിടെ. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കണ്ട് ഒരു എന്താ പറയുക, ഒരു സൺസെറ്റൊക്കെ കണ്ട് ഒരു അടിപൊളി ദിവസം എന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ. കാരണം വെച്ചാൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ കർണാടകൻ്റെ ഉൾപ്രദേശത്തിൽ കൂടി ആദ്യമായിട്ട് വരുന്നത്. അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും എല്ലാം കൂടി നല്ല രീതിയിൽ എനിക്കുണ്ട്. ഓക്കെ, അപ്പോൾ ചുറ്റും നോക്കിയാൽ എങ്ങും എന്താ പറയുക, വലിയ വലിയ മരങ്ങളും കാടുകളും കൃഷിയും കുറേ പക്ഷികളും, ഒന്നും പറയണ്ട. എല്ലാം കൊണ്ടും കർണാടക ഈസ് സൂപ്പർ. അപ്പോൾ എന്താ പറയുക, നമ്മളെ കേരളം പോലെ തന്നെ പച്ചപ്പ് നിറഞ്ഞതും എല്ലാം കൊണ്ടും അടിപൊളിയായ എന്താ പറയുക, ഉൾനാട് പ്രദേശങ്ങളാണ് കർണാടകക്കുള്ളത്. എന്തായാലും നമ്മളൊരു അതിർത്തി സംസ്ഥാനം കൂടിയാണ്. അപ്പോൾ നമുക്കതുപോലെ കുറേ നമ്മളെ ദൈനംദിന കാര്യങ്ങൾക്കുള്ള എന്താ പറയുക, പച്ചക്കറികളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയാണ് വരുന്നുള്ളത്. അപ്പോഴേ പുതിയൊരു സ്ഥലം നോക്കിയിട്ട് വീണ്ടും പോവാണ്. അപ്പോൾ പുതിയ പുതിയ കാഴ്ചകളൊക്കെ നമുക്ക് കിടക്കാം. അപ്പോൾ വീണ്ടും കാണാം. ഓക്കേ.